പാലക്കാട്ട് നിന്ന് ആലത്തൂർ ശ്രീനാരായണ കോളേജ് വഴി ഗുരുവായൂരിലേക്കുള്ള KSRTC സർവീസ് ആരംഭിച്ചു. ഫ്ളാഗ് ഓഫ് കർമ്മം MLA-മാരായ KD പ്രസന്നനും PP സുമോദും ചേർന്ന് നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്കും തീർത്ഥാടകർക്കും ഗ്രാമീണ മേഖലയിലെ യാത്രക്കാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് പുതിയ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ആലത്തൂർ ശ്രീനാരായണ കോളേജ്, തെന്നിലാപുരം, കണ്ണമ്പ്ര തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചാണ് സർവീസ് നടത്തുന്നത്. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത അധ്യക്ഷത വഹിച്ചു. SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം KR ഗോപിനാഥ്, RDC കൺവീനർ AN അനുരാഗ് എന്നിവർ മുഖ്യാതിഥികളായി. ഏറ്റവും ഗുണകരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത് ഈ സമീപകാലത്താണ്. ഗണേഷ് കുമാർ മന്ത്രിയുടെ നേതൃത്വത്തിൽ KSRTC കുടുംബം ഒന്നിച്ച് നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തനത് ദൈനംദിന വരുമാനത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലെത്താനും വരുമാന വർധനമുണ്ടാക്കാനും ലാഭകരമായ ബിസിനസ്സായി ദൈനംദിന ബിസിനസ്സിനെ മാറ്റാൻ വേണ്ടി കഴിയും. പക്ഷേ പൂർവ്വകാലത്തുണ്ടായ കോടികളുടെ ബാധ്യത, ദശലക്ഷങ്ങളുടെ ബാധ്യത KSRTC ഇപ്പോഴും കൊണ്ടു നടക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് നാടിൻ്റെ ഉത്സവമായാണ് ഇത്തരമൊരു റൂട്ടിനെ, ഈ യാത്രയെ വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ, യാത്രക്കാരെല്ലാം കാണുന്നത്. ആ സന്തോഷത്തിലാണ് പ്രിയപ്പെട്ടവരെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും നമ്മളെല്ലാവരും ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 2 MLA-മാരും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട നമ്മുടെ കോളേജിൻ്റെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ കോളേജിൻ്റെ അധികൃതരുമെല്ലാം ഇത്തരം കാര്യങ്ങളുമായി ഇടപെട്ടു. KSRTC സംവിധാനം പാലക്കാട് ജില്ലയിലെ അതിൻ്റെ സംവിധാനങ്ങളാകെ, ഉദ്യോഗസ്ഥ സംവിധാനമാകെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രവീണ വിജയൻ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ R ശ്രീധന്യ, ഡോക്ടർ ശ്രീജിത്ത് കൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇരട്ടക്കുളത്ത് വെച്ച് നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ജനപ്രതിനിധികളും KSRTC ഉദ്യോഗസ്ഥരും നാട്ടുകാരും പങ്കെടുത്തു. ബസിന് തുടർന്ന് ആലത്തൂർ SN കോളേജിലും പുളിക്കൂട്ടത്തും കല്ലിങ്കൽപ്പാടത്തും നാട്ടുകാരും വിദ്യാർത്ഥികളും വൻ സ്വീകരണവും നൽകി. ബസിന്റെ സമയക്രമം ഇങ്ങനെ: രാവിലെ 7:50 പാലക്കാട്ട് നിന്ന് ബസ് യാത്ര തിരിക്കും. ആലത്തൂർ ടൗൺ, SN കോളേജ്, തെന്നിലാപുരം, പുളിങ്കൂട്ടം, കണ്ണമ്പ്ര, വാണിയമ്പാറ, പട്ടിക്കാട് വഴി 11:10 ഗുരുവായൂരിൽ എത്തിച്ചേരും. മടക്കയാത്ര ഉച്ചയ്ക്ക് 1:30 ഗുരുവായൂരിൽ നിന്നും തിരിച്ച് വൈകിട്ട് 4:50 പാലക്കാട് എത്തുന്ന രീതിയിലാണ് സർവീസ്. ദിവസേന 2 സർവീസുകളാണ് ഈ റൂട്ടിൽ ഉണ്ടായിരിക്കുക. UTV ന്യൂസ്, പാലക്കാട്.